അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളൊരു പുതിയ വണ്ടി വാങ്ങിയപ്പോൾ പ്രധാനമായി ശ്രദ്ധിച്ചത് അതിലെ ജീവൻ സുരക്ഷയായിരുന്നു. ജീവൻ സുരക്ഷയ്ക്ക് വേണ്ട എല്ലാ സംവിധാനങ്ങളും ഒരുക്കി. പക്ഷേ ആ വണ്ടിയുടെ ടയറിലിടേണ്ട നെട്ടും ബോൾട്ടും അത് ശരിക്കും മുറുക്കിയിട്ടുണ്ടായിരുന്നില്ല. ആ യാത്ര എത്രത്തോളം സുരക്ഷിതമായിരിക്കും, അല്ലെങ്കിൽ ആ യാത്രയുടെ അന്ത്യം എന്തായിരിക്കും നമുക്കറിയാം. നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി എല്ലാം ഒരുക്കുന്നുണ്ട്. അവരുടെ താമസം, അവരുടെ ഭക്ഷണം, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ വിനോദം ഒക്കെ പലപ്പോഴും പലരും ജീവിതം അർപ്പിക്കുന്നത് തന്നെ അതിനു വേണ്ടിയുള്ള സമ്പാദനത്തിനൊക്കെ വേണ്ടിയിട്ടാണ്. പക്ഷെ ഓരോ പ്രായത്തിലും കുട്ടികളുടെ നെട്ടും ബോൾട്ടും മുറുക്കേണ്ട ചില സാഹചര്യങ്ങളുണ്ട്, സന്ദർഭങ്ങളുണ്ട്. അവരുടെ ഉള്ളിലേക്ക് ഇട്ടുകൊടുക്കേണ്ട ചില കാഴ്ചപ്പാടുകളുണ്ട്, അറിവുകളുണ്ട്. അതിൽ പലപ്പോഴും രക്ഷിതാക്കൾ വലിയ പരാജയമാണ്. കഴിഞ്ഞ ദിവസം ഞാനുമായിട്ട് സംസാരിച്ച് ഇപ്പോഴും വാട്സാപ്പിൽ സംഭാഷണം തുടരുന്ന ഒരു കുടുംബം, അവർ വളരെ സങ്കടത്തോടെ പറഞ്ഞത്, ഇത് കുറച്ച് ശ്രദ്ധിക്കാൻ ശ്രമിച്ച ആളുകളായിരുന്നു. അപ്പോൾ വിദേശത്തായിരുന്നു. മക്കളെ +2 കഴിഞ്ഞതിന് ശേഷം വിദ്യാഭ്യാസത്തിന് വേണ്ടി നാട്ടിലേക്ക് വിട്ടു. 2-3 വർഷം നാട്ടിൽ വന്ന് തിരിച്ചെത്തിയപ്പോഴേക്ക് അവരാകെ മാറിയിട്ടുണ്ട്. ഞാൻ പറയുന്നത്, അവിടെ യഥാവിധി കുട്ടിക്ക് കിട്ടേണ്ടിയിരുന്ന ചില കാഴ്ചപ്പാടുകളുണ്ട്. ആ കാഴ്ചപ്പാടുകൾ കൊടുക്കുന്നിടത്തും അത് കൈമാറുന്നിടത്തും വന്ന ചില പാകപ്പിഴവുകളാണ്. ഇത് ഒട്ടും കൊടുക്കാത്തവരാണ് പലരും. ഇവർ പൊതുവേ അത് നന്നായി ശ്രദ്ധിച്ചവരാണ്. പക്ഷെ അത് കൊടുക്കുന്നിടത്ത്, അത് സ്പോട്ട് ചെയ്യുന്നിടത്തൊക്കെ അവർക്ക് വന്ന ചില പ്രശ്നങ്ങളാണ് അവരെ ബാധിച്ചത്. ചെറിയ പ്രായത്തിൽ അവനിങ്ങനെ ഒരു വിളക്കിൻ്റെ മുന്നിലേക്ക് വിരൽ ചൂണ്ടി ചെല്ലുമ്പോൾ തട്ടി മാറ്റി അവനെ വാരിയെടുക്കുന്നത് പോലെ എല്ലാ പ്രായത്തിനും, പ്രത്യേകിച്ച് ടീനേജിൻ്റെ പശ്ചാത്തലത്തിലൊക്കെ വളരെ വലിയ പ്രയാസങ്ങൾ ഉണ്ട് എന്നതൊരു സത്യമാണ്. അതുകൊണ്ട് തന്നെ കുട്ടികളിലെ വിവിധ പ്രായക്കാരെയും ഗ്രൂപ്പുകളെയും എയിം ചെയ്തുകൊണ്ട്, ലക്ഷ്യം വെച്ചുകൊണ്ട് വിസ്ഡം സ്റ്റുഡൻസ് വ്യത്യസ്തങ്ങളായ ക്യാമ്പുകൾ ഓർഗനൈസ് ചെയ്ത് വരുന്നുണ്ട്. 5ാം ക്ലാസ്സിൻ്റെ താഴെയുള്ള കുട്ടികൾക്കുള്ള ക്യാമ്പുകൾ, 5 മുതൽ ഒരു 7 വരെയുള്ള കുട്ടികൾക്കുള്ള ക്യാമ്പുകൾ, 10ാം ക്ലാസ് കഴിയുമ്പോഴുള്ള കുട്ടികൾക്ക്, +2 കഴിയുമ്പോഴുള്ള കുട്ടികൾക്ക്, അങ്ങനെ പല ക്യാമ്പുകൾ നാട്ടിൽ നമ്മൾ ഓർഗനൈസ് ചെയ്ത് വരുന്നുണ്ട്. ഇത് പൊതുവേ പ്രവാസികൾ അവരുടെ വെക്കേഷനിൽ നാട്ടിലേക്ക് വരുന്നൊരു സീസൺ ആയതുകൊണ്ട് തന്നെ ആസ്പെയർ 2.0 എന്ന പേരിൽ 10, 11, 12 ക്ലാസ്സിലെ കുട്ടികളെ ഉദ്ദേശിച്ചുകൊണ്ട് അടുത്ത 19, 20, 21 തീയതികളിൽ, വെള്ളി, ശനി, ഞായർ തീയതികളിൽ ഇവിടെ പെരിന്തൽമണ്ണക്ക് അടുത്ത പുലാമന്തോളിൽ വെച്ച് ഒരു റിസോർട്ടിൽ വെച്ച് കുട്ടികൾക്കുള്ളൊരു 2.5-3 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു വർക്ക്ഷോപ്പ് ഓർഗനൈസ് ചെയ്തിരിക്കുകയാണ്. ഇത് നെട്ടും ബോൾട്ടും മുറുക്കലാണ്. ഈ പ്രായത്തിൽ അവർക്കൊരു തേർഡ് പാരൻറ്റിലൂടെ, ആരാ തേർഡ് പാരൻറ്റ്? അവരുടെ സ്ക്രീൻ, അവരുടെ ടീച്ചർ, അവരുടെ ഫ്രണ്ട്സ്, സോഷ്യൽ മീഡിയ, അവരുടെ കൂട്ടുകാർ, ഇതൊക്കെ തേർഡ് പാരൻ്റാണ്. അവിടെ നിന്നൊക്കെ സ്വാധീനിച്ച് അവരെത്തിപ്പെട്ട ചില ധാരണകൾ ഇടിച്ച് പൊളിക്കണം, ചെത്തി മിനുക്കണം, കൃത്യതപ്പെടുത്തണം. അതിനുള്ളൊരു സന്ദർഭമാണ്. അതുകൊണ്ട് ഇത് പ്രവാസികൾക്ക് മാത്രം ലിമിറ്റ് ചെയ്ത ഒരു അവസരമാണ്. ഈ ക്ലാസ്സിലുള്ള, ഈ ഏജ് കാറ്റഗറിയിലുള്ളവർക്ക് മാത്രം ലിമിറ്റ് ചെയ്ത ഒരു അവസരമാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ എൻ്റെ കമൻറ്റ് ബോക്സിൽ അതിൻ്റെ വിശദാംശങ്ങൾ ഉൾക്കൊള്ളുന്ന ലിങ്ക് ആഡ് ചെയ്യുന്നുണ്ട്, നമ്പറുകൾ ആഡ് ചെയ്യുന്നുണ്ട്. അവരെ വിളിച്ച് അതിൻ്റെ വിശദാംശങ്ങൾ എടുത്ത് കുട്ടികളെ, പ്രവാസി രക്ഷിതാക്കളോടാണ് പറയുന്നത്, കുട്ടികളെ ഈ ഒരു പരിപാടിയിൽ പങ്കെടുപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. നമ്മുടെ വിദ്യാർത്ഥി ഘടകത്തിൻ്റെ ഈ മേഖലയിൽ പ്രവാസികളിൽ തന്നെ പെട്ട മുതിർന്ന ഭാരവാഹികളാണ് പ്രധാനമായും ഇതിൻ്റെ സംഘാടകരായി രംഗത്തുള്ളത്. എന്തായാലും അവരുടെ ആ ഒരു ശ്രമങ്ങൾക്ക് വലിയൊരു പിന്തുണ നമ്മൾ നൽകേണ്ടതുണ്ട്. കുടുംബത്തിൽ, ബന്ധത്തിലൊക്കെയുള്ള പ്രവാസികളുടെ മക്കൾ, പ്രത്യേകിച്ച് പ്രവാസത്തിൽ തന്നെയുള്ള കുട്ടികൾ, അവർക്കാണ് ഇതിൽ കൂടുതൽ പ്രിഫറൻസ്. പ്രവാസികളുടെ മക്കൾ എന്നതോടൊപ്പം പ്രവാസത്തിൽ തന്നെയുള്ള മക്കൾ കൂടി ആകുമ്പോൾ ഒന്നുകൂടി നന്നായിരിക്കും എന്നുകൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മിപ്പിക്കുന്നു. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.